ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്ന് നിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറേ ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ ആയി. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഇത് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ രാത്രി 10 മണിയാണ് ടൈം കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുക. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, രാത്രിയാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുക. നമ്മൾ രാവിലെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുക എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോഴേക്കും ഇതൊക്കെ ആകെ വാടി പിന്നെ ഇതാകി ചുരുങ്ങിപ്പോയിട്ടുണ്ടാവും. നമുക്കിങ്ങനെ ഈ വിരിഞ്ഞ ഒരു ലെവലിൽ കിട്ടണമെങ്കിൽ ഈ ഒരു ടൈമിൽ വരണം. ഈ ടൈമിലുള്ളൂ ഇത് കറക്റ്റ് കിട്ടുക. എന്ത് രസം അതിൻ്റെ ഫ്ലവർ കാണാനറിയാം. ഇതാണ് അതിൻ്റെ ഒരു വശം. ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഒരു പോളിനേഷൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. ഇതിന് പോളിനേഷൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്വയം പോളിനേറ്റ് ആവും. പക്ഷേ ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ ഒന്നും കൂടി വലിയ കായ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പോളിനേഷൻ ഇപ്പോൾ എല്ലാ ഫ്ലവറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. ചിലതൊന്നും നമുക്ക് കഴിയണതൊക്കെ ചെയ്തു കൊടുത്താൽ അത്രയും വലിയ കായകൾ കിട്ടും. നല്ല സ്മെല്ലാട്ടതിന്. ഇവിടുത്തെ ഫ്ലവറുകൾ താഴെ ഭാഗത്തായിട്ടൊക്കെ ഫ്ലവർ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ സൈഡിൽ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് രാത്രിയല്ലേ, ഞാൻ ഈ സൈഡിലുള്ള ഫ്ലവേഴ്സ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ നോക്കട്ടെ, കുറച്ച് പൂമ്പൊടി എടുത്തിട്ട് നമുക്കിതിൻ്റെ ഒരു വശത്തേക്ക് ഇട്ട് കൊടുക്കുക. കാരണം മഴ ആയതുകൊണ്ട് ഇതിന് പരാഗണ ഈ തേനീച്ചകൾക്കൊക്കെ വന്നിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയല്ല, ഞാൻ ശരിക്കും ഇതൊരു ബഡ്സോ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു പേപ്പർക്ക് തട്ടിയെടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഞാനിതിന് അതിന് ചിലപ്പോൾ ഇനി രാവിലെ വന്നിട്ട് ബാക്കിയുള്ള ഫ്ലവേഴ്സിനൊക്കെ അതൊന്ന് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ നാളെ വിരിയാനുള്ളൊരു മുട്ടാണ്. ഇതൊക്കെ അങ്ങനെ കുറേ ഉണ്ട്, ആ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇത് കായ വരാൻ തുടങ്ങിയിട്ട് ഏപ്രിൽ മാസം തുടങ്ങിയതാണ് ഫ്ലവർ ചെയ്യലും കായ ഉണ്ടാവലൊക്കെ. നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ സെപ്റ്റംബർ മാസമായി. സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്ക് ഇതിൽ ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവരും നട്ട് വെച്ചോളുണ്ട് വീട്ടിൽ കേട്ടോ. ഇതിൻ്റെ തൈകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ കയ്യിൽ വേര് പിടിപ്പിച്ച തൈകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല എന്തായാലും ഇത് 8-ാം മാസം കായ്ക്കും. ഇവിടെ ചെറിയ മുട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയണമെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ. കമൻറ്റ് നിങ്ങൾ ആരും ഇടുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.